ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ്. ഈ വീഡിയോ 2 ക്വസ്റ്റ്യൻ കാണും കേട്ടോ. ഞാൻ പോണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് സൈൻ ആൽഫ പ്ലസ് തീറ്റ. ഓക്കെ, സൈൻ ആൽഫ പ്ലസ് തീറ്റ മൈനസ് ഇ റേസ് ടു ഐ ആൽഫ ഇൻറ്റു സൈൻ തീറ്റ ദി ഹോൾ റേസ് ടു എൻ. സോ അതിൻ്റെ പവറാണ് ദി റേസ് ടു എൻ. ദി ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു സൈൻ റേസ് ടു എൻ തീറ്റ. സോ സൈൻ്റെ പവറാണ് എന്നെ. സൈൻ റേസ് ടു എൻ തീറ്റ ഇൻറ്റു ഇ റേസ് ടു ഐ എൻ തീറ്റ. അപ്പം ഇടതുവശം ഇതാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം ഇത് വലതുവശം കിട്ടും, തെളിയിക്കുക. അതാണ് നമ്മുടെ ജോലി. ഓക്കെ, അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഇടതുവശം എടുക്കുക, അത് ചെയ്ത് വലതുവശമാണെന്ന് കൊണ്ടുവരിക. ഇങ്ങനെ ഈ ഹോൾ റേഷൻ വരുന്നതൊക്കെ എനിക്ക് ഇവിടെ ഓർത്തോണം. അത് മറ്റേ നമ്മുടെ പഠിച്ച ഡിമോവിസ് തിയറത്തിൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പോവാം. ഞാൻ ഇടതുവശം എടുക്കുവാണ്. പിന്നെ ഇവിടെ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന കാരണമൊക്കെ ഓർത്തോണം. ഓക്കെ, പക്ഷേ എന്താണ് എൻ്റെ ഇടതുവശം? ഇടതുവശം എന്ന് പറയുന്നത് നോക്കണം, സൈൻ ആൽഫ പ്ലസ് തീറ്റ മൈനസ് ഇ റേസ് ടു ഐ ഇൻറ്റു ആൽഫ സൈൻ തീറ്റ. ഇതാണ് ഇടതുവശം. ദി ഹോൾ റേസ് ടു എൻ വിച്ച് ഇസ് ഈക്വൽ ടു. ഇതാണ് ഇടതുവശം. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം വേണ്ടേ, സൈൻ ആൽഫ പ്ലസ് തീറ്റ. നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് വൈ. എന്തുവാ സൈൻ എക്സ് പ്ലസ് വൈ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. പണ്ട് പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അത് ഇവിടെ അപ്ലൈ ചെയ്യുക. ഈ ആൽഫ നിങ്ങൾ എക്സ് ആയിട്ട് കാണുക, തീറ്റ നിങ്ങൾ വൈ ആയിട്ട് കാണുക. അപ്പോൾ സൈൻ ആൽഫ പ്ലസ് തീറ്റ എങ്ങനെ എഴുതാം? സൈൻ ആൽഫ കോസ് തീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെയാണ് ഇതിന് പകരമാണ് എഴുതിയത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ബ്രാക്കറ്റാണ് ഇത്. ഈ സൈൻ ആൽഫ പ്ലസ് തീറ്റയ്ക്ക് പകരമുള്ളതാണ് എഴുതിയത്. ബാക്കി ഒരു മൈനസ് ആണ്, മൈനസ്. അടുത്ത ഇ റേസ് ടു ഐ ആൽഫ. ഇ റേസ് ടു ഐ ആൽഫ ഏത് തിയറം? ഓയിലർ തിയറം. നമുക്കറിയാം ഇ റേസ് ടു ഐ തീറ്റ. ഞാൻ ഉപയോഗിക്കുന്ന റിസൾട്ടുകളാണ് അവിടെ താഴെ കാണിക്കുന്നത്. ഇ റേസ് ടു ഐ തീറ്റ. എന്തോ ഇ റേസ് ടു ഐ തീറ്റ? കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ ഇ റേസ് ടു ഐ ആൽഫയോ? ഇ റേസ് ടു ഐ ആൽഫ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ പ്ലസ് ഐ ഇൻറ്റു സൈൻ ആൽഫ. മൈനസ് കഴിഞ്ഞ് ഒന്നിൽ കൂടി ടൈം എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. പിന്നെ വെളിയിൽ ഒരു സൈൻ തീറ്റ ഉണ്ട്, ഇൻറ്റു സൈൻ തീറ്റ ദി ഹോൾ റേസ് ടു എൻ. കണ്ടോ? ഓക്കെ, വായിക്കുക. നമുക്ക് അകത്തുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അകത്ത് കിടന്ന ബ്രാക്കറ്റ് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാം. നല്ല നമുക്ക് കണക്ക് മുമ്പ് ഇടാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അകത്തെ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്ന് വെച്ചാൽ ഈ സൈൻ തീറ്റ കൊണ്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. മൈനസും കൊണ്ട് ഓപ്പൺ ചെയ്യാം. കാരണം ബ്രാക്കറ്റിന് വേണ്ടി മൈനസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ടൈമുകളൊക്കെ അതുപോലെ തന്നെ സൈൻ ആൽഫ കോസ് തീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ തീറ്റ. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യണം, ഈ സൈൻ തീറ്റ കൊണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പം മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് ആൽഫ എന്താ വരും? മൈനസ് കോസ് ആൽഫ സൈൻ തീറ്റ. അടുത്ത മൈനസ് ഐ ഇൻറ്റു സൈൻ ആൽഫ സൈൻ തീറ്റ പവറിൽ ദി ഹോൾ റേസ് ടു എൻ. ഒരുപോലെ ടൈം വല്ല ഉണ്ടാവേണ്ടത് ഉണ്ട് കേട്ടോ. പ്ലസ് കോസ് ആൽഫ സൈൻ തീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ തീറ്റ, അത് വെട്ടിപ്പോവും. സോ ബാക്കി വരുന്നത് സൈൻ ആൽഫ കോസ് തീറ്റ മൈനസ് സൈൻ ആൽഫ കോസ് തീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ തീറ്റ ദി ഹോൾ റേസ് ടു എൻ. ഇവിടെ നമുക്ക് ആരെ കോമൺ എടുക്കാം? സൈൻ ആൽഫ കോമൺ എടുക്കാം. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഒരു ഐ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഐ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ആരെ കോമൺ എടുക്കാം? സൈൻ ആൽഫ കോമൺ എടുക്കാം. ആരെ കോമൺ എടുക്കാം? സൈൻ ആൽഫ കോമൺ എടുക്കാം. സോ ദാറ്റ് ഈസ് സൈൻ ആൽഫ കോമൺ എടുക്കുമ്പം സൈൻ ആൽഫ ഇൻറ്റു, അതും ബ്രാക്കറ്റിന് അകത്താണ്, ഈ വലിയ ബ്രാക്കറ്റിനകത്താണ് കോമൺ എടുക്കുന്നത്. അപ്പോൾ സൈൻ ആൽഫ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ദി ഹോൾ റേസ് ടു എന്ന് വരും. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സൈൻ റേസ് ടു തീറ്റ അല്ല, സൈൻ റേസ് ടു ആൽഫ ആയിരുന്നേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് സാധനം ഗുണിക്കുമോ? അവിടെ ഗുണിച്ചേക്കും ഇല്ലാണ്ട് സൈൻ ആൽഫ ഇൻറ്റു ഈ സാധനം ദി ഹോൾ റേസ് ടു എൻ. അപ്പോൾ ഈ ഹോൾ റേസ് ടു എന്ന് പറയുന്നത് സൈൻ ആൽഫയ്ക്കുള്ളതാ, ഈ ടൈമിനുള്ളതാ. അപ്പോൾ രണ്ടു പേർക്ക് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇങ്ങനെ എഴുതാം, സൈൻ റേസ് ടു എൻ ആൽഫ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ദി ഹോൾ റേസ് ടു എൻ. എന്ന് വെച്ചാൽ ഈ പവർ എന്നെ എന്താ പറയാം, ഈ പവർ എന്നെ സൈൻ ആൽഫയ്ക്കുള്ളതാ, ഈ ടൈമിനുള്ളതാ, ഇയാൾക്കുള്ളതാ. അപ്പോൾ സൈൻ ആൽഫയ്ക്ക് എന്നെ കൊടുത്തു, ഇയാൾക്ക് എന്നെ കൊടുത്തു. സോ ഇവിടെ വരെ വൃത്തിക്കെടുത്ത് എഴുതുക.
വീഡിയോ പോസ് ചെയ്തത്. സോ ബാക്കി എഴുതാം. ഈസ് ഈക്വൽ ടു ഇപ്പം സൈൻ റൈസ് ടു എൻ ആൽഫ ഇൻറ്റു ബാക്കി വന്നത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ദി ഹോൾ റൈസ് ടു എൻ. നമുക്കറിയാം ഈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇ റൈസ് ടു മൈനസ് സൈൻ തീറ്റ. അത് ഞാൻ ഒരു കണക്ക് ചെയ്യുന്നിടത്ത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരു കണക്ക് അതിനകത്ത് തന്നായിരുന്നു. അവിടെ ഇക്വേഷൻ 2 നോക്കിയാൽ മതി. അത് ഇന്നലെ പറയാം. അതായത് ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. ഇതിൽ ഞാൻ ഇക്വേഷൻ 1 ഉം 2 എന്നൊക്കെ എടുത്തിട്ട് ഓരോ റിസൾട്ട് കാണിച്ചു തന്നായിരുന്നു. ഓക്കെ, അപ്പം കോസ് തീറ്റ മൈനസ് ഐ സൈൻ എന്ന് പറഞ്ഞാൽ അത് ഇ റൈസ് ടു മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ അങ്ങനെ എഴുതാം സൈൻ റൈസ് ടു എൻ ആൽഫ ഈ കോസ് തീറ്റ മൈനസ് ഐ സൈൻ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് സൈൻ തീറ്റയാണ് ദി ഹോൾ റൈസ് ടു എൻ. സോ ദാറ്റ് ഈസ് സൈൻ റൈസ് ടു എൻ ആൽഫ ഇൻറ്റു എ റൈസ് ടു എൻ ദി ഹോൾ റൈസ് ടു എൻ എ റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ എൻ തീറ്റ എന്ന് വരും. ഇതിലും തെളിയിക്കണ്ടേ, അവിടെ മേലെ മൈനസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സൈൻ ആൽഫ മൈനസ് എൻ തീറ്റ. ഓക്കെ, സൈൻ ആൽഫ മൈനസ് എൻ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ സൈൻ എൻ തീറ്റ. ഓക്കെ, ഇ റൈസ് ടു മൈനസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ എൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഐ എൻ തീറ്റ ഇൻറ്റു സൈൻ ആൽഫ എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് എടുക്കുക. ഓക്കെ ആണല്ലോ, ചെയ്യാനൊക്കെ എളുപ്പമാണ്. സോ ലെഫ്റ്റ് സൈഡ് എടുത്തു. തെളിയിക്കേണ്ടത് എന്താണ്, ഇ റൈസ് ടു മൈനസ് ഐ എൻ തീറ്റ ഇൻറ്റു സൈൻ ആൽഫ എന്ന് തെളിയിക്കണ്ടേ, ഓർത്തോണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വരേണ്ട എങ്ങനെയാണെന്നൊരു ധാരണ വന്നാൽ മതി, നമുക്ക് ഒരു കാര്യമൊന്നുമില്ല. ഇടതുവശം എടുക്കുക. ദാറ്റ് ഈസ് സൈൻ ആൽഫ മൈനസ് എൻ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ ഇൻറ്റു സൈൻ എൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ മൈനസ് എൻ തീറ്റ. ഏത് ഫോമാണ്, സൈൻ എ മൈനസ് ബി അല്ലെങ്കിൽ സൈൻ എക്സ് മൈനസ് വൈ. എന്തോ സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ശരിയല്ലേ? സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ, നിങ്ങൾക്ക് അറിയാം. സോ അതുപോലെ സൈൻ എക്സ് മൈനസ് വൈ, എക്സ് ആയിട്ട് ആൽഫ കാണണം, വൈ ആയിട്ട് സൈൻ എന്തിലേക്ക് കാണാം. അപ്പം സൈൻ എക്സ് അതായത് സൈൻ ആൽഫ കോസ് വൈ കോസ് എൻ തീറ്റ മൈനസ് തിരിച്ച് കോസ് ആൽഫ അതായത് കോസ് എൻ തീറ്റ സൈൻ ആൽഫ. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ പ്ലസ് അടുത്ത ഇ റൈസ് ടു മൈനസ് ആൽഫ ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ നിങ്ങൾക്കറിയാം എന്തോ സാധനം എന്നുള്ളത്. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്തുവാ, ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ അത് കോസ് തീറ്റ മൈനസ് ഐ ഇൻറ്റു സൈൻ തീറ്റയാണ്. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് ഐ ആൽഫയോ അത് കോസ് ആൽഫ മൈനസ് ഐ ഇൻറ്റു സൈൻ ആൽഫ ആയിരിക്കും. പിന്നെ അത്ര ഇൻറ്റു പിന്നെ വെളിയിലൊരു സൈൻ എൻ തീറ്റ ഉണ്ട് ഇൻറ്റു സൈൻ എൻ തീറ്റ. ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സൈൻ ആൽഫ കോസ് എൻ തീറ്റ മൈനസ് കോസ് എൻ തീറ്റ തിരിച്ചില്ലേ തിരിച്ചാണ് കേട്ടോ. കോസ് ആൽഫ സൈൻ തീറ്റ വരുന്നില്ല. ഓക്കെ, കോസ് ആൽഫ സൈൻ എൻ തീറ്റ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സൈൻ എൻ തീറ്റ ഇൻറ്റു ഇത് ഇപ്പം കോസ് ആൽഫ സൈൻ എൻ തീറ്റ മൈനസ് ഐ ഇൻറ്റു സൈൻ ആൽഫ സൈൻ എൻ തീറ്റ. ഓക്കെ ആണല്ലോ. ഒരുപോലെ എന്തിനുണ്ടോ കോസ് ആൽഫ അല്ലാണ്ട് ഈ രണ്ട് തന്നെ ഒരുപോലിരിക്കുക. ഇത് മൈനസും ഇത് പ്ലസും ഒരുപോലെ ഒറ്റയും കളയും. സോ ബാക്കി വരുന്നത് സൈൻ ആൽഫ കോസ് എൻ തീറ്റ മൈനസ് ഐ ഇൻറ്റു സൈൻ ആൽഫ സൈൻ എൻ തീറ്റ. നമുക്ക് ആരെ കോമൺ എടുക്കാം, പൊതുവായിട്ട് ആരുണ്ട്, രണ്ടിടത്ത് നമുക്ക് സൈൻ ആൽഫ കോമൺ ഉണ്ടല്ലോ. സൈൻ ആൽഫ കോമൺ എടുക്കാം. ഇവിടെ സൈൻ ആൽഫ ഉണ്ട്, ഇവിടെ സൈൻ ആൽഫ ഉണ്ട്. സൈൻ ആൽഫ എടുത്താൽ സൈൻ ആൽഫ ഇൻറ്റു ബാക്കി അകത്തുള്ളത് കോസ് എൻ തീറ്റ മൈനസ് ഐ ഇൻറ്റു സൈൻ എൻ തീറ്റ. കോസ് എൻ തീറ്റ മൈനസ് ഐ ഇൻറ്റു സൈൻ തീറ്റ. നിങ്ങൾക്ക് ഊഹിക്കാം എന്തെന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ നോക്കണം. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. ഓക്കെ ആണല്ലോ. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. അപ്പം തിരിച്ചാലോചിച്ചല്ലോ, തിരിച്ച് പറയുമ്പം
കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അത് ഇ റൈസ് ടു ഐ തീറ്റയാണ്. ആ ഫോമിൽ കിടക്കും ഈ സാധനം. കോസ് എൻ തീറ്റ മൈനസ് സൈൻ എൻ തീറ്റ. ഈ തീറ്റയ്ക്ക് പകരം എൻ തീറ്റ എന്നുള്ളതേ ഉള്ളൂ. തീറ്റയ്ക്ക് പകരം എന്താണ് എൻ തീറ്റ. അപ്പോൾ എന്താ വരും? ഇ റൈസ് ടു ഐ തീറ്റ എന്നുള്ളത് എന്താ വരും? ഇ റൈസ് ടു ഐ എൻ തീറ്റ ആയിരിക്കുമല്ലോ. സോ ദാറ്റ് ഈസ് സൈൻ ആൽഫ ഇൻറ്റു ഇ റൈസ് ടു, അപ്പോൾ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയാണ്. അപ്പോൾ കോസ് എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ എന്തായിരിക്കും? ഇ റൈസ് ടു മൈനസ് ഐ എൻ തീറ്റ ആയിരിക്കും. ഇതിൽ വിളിക്കണ്ടേ? ഇതാണ് വലതുവശം. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എളുപ്പമുള്ള